ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും പുതിയ വാർത്തകൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഗോവയുടെ മുൻ സ്പാനിഷ് താരമായിരുന്ന ഐക്കർ ഗ്വാരക്സേന ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നുവെന്ന് റിപ്പോർട്ട്. ഒരു ISL ക്ലബ്ബ് താരത്തെ സൈൻ ചെയ്യുവാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. എന്നാൽ ആ ക്ലബ്ബ് ഏതാണെന്ന് വ്യക്തമല്ല. മോഹൻ ബഗാന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ് ജുവാൻ ഫെറാൻഡോ. അദ്ദേഹത്തെ പുറത്താക്കിയതാണെന്ന് വാർത്തകൾ പരന്നിരുന്നു. എന്നാൽ തുടരെ 3 മത്സരങ്ങൾ പരാജയപ്പെട്ടതിനാൽ ജുവാൻ ഫെറാൻഡോ തന്നെ രാജിവെച്ച് പുറത്തു പോകുകയായിരുന്നു. കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാന് ISL കിരീടവും ഡ്യൂറന്റ് കപ്പ് നേടിക്കൊടുത്ത പരിശീലകനാണ് ജുവാൻ ഫെറാൻഡോ. ഈ സീസണിൽ ISL വിടുന്ന 5ാമത്തെ പരിശീലകനുമാണ് ജുവാൻ. അദ്ദേഹത്തിനു പകരം ടീമിന്റെ പഴയ പരിശീലകനായിരുന്ന അന്റോണിയോ ലോപ്പസ് ഹബാസ് ക്ലബിന്റെ പുതിയ ഹെഡ് കോച്ചായി ചുമതല ഏറ്റെടുത്തു. 2 വട്ടം ATKയെ ചാമ്പ്യന്മാരാക്കുകയും 1 പ്രാവശ്യം ടീമിനെ ഫൈനലിൽ എത്തിക്കുകയും ഹബ്ബാസ് ചെയ്തിരുന്നു. ഹൈദരാബാദിന്റെ മിഡ്ഫീൽഡറായ മുഹമ്മദ് യാസിറിനെ സൈൻ ചെയ്യുവാൻ ബംഗളൂരു ശ്രമിക്കുന്നതായി റിപ്പോർട്ട്. ഈ ജനുവരിയിൽ തന്നെ താരത്തെ കൊണ്ടുവരാനാണ് ബംഗളൂരുവിന്റെ തീരുമാനം. പരിശീലകൻ ജുവാൻ പെഡ്രോ ബെനാലിയുടെ കോൺട്രാക്റ്റ് പുതുക്കി നോർത്ത് ഈസ്റ്റ്. 2025 വരെയാണ് അദ്ദേഹത്തിന്റെ പുതിയ കരാർ. മാത്രമല്ല, വേണമെങ്കിൽ 1 സീസൺ കൂടി കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി അദ്ദേഹത്തിനുണ്ടായിരിക്കും. ബ്ലാസ്റ്റേഴ്സ് താരമായ ഹോർമി പാമിനെ കൊണ്ടുവരാൻ മോഹൻ ബഗാൻ ശ്രമിച്ചതായി റിപ്പോർട്ട്. എന്നാൽ താരം ആ ഓഫർ വേണ്ടെന്ന് വെക്കുകയായിരുന്നു. കാരണം മോഹൻ ബഗാനിൽ അൻവർ അലി ഉള്ളതിനാൽ തനിക്ക് മോഹൻ ബഗാനിൽ പ്ലേയിങ് ടൈം കിട്ടില്ല എന്നതിനാലാണ്. ഓസ്ട്രേലിയൻ താരമായ ദിമിത്രിയോസ് പെട്രാറ്റോസിന്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ ഒരുങ്ങി മോഹൻ ബഗാൻ. ഉടൻ തന്നെ ഈ വാർത്ത മോഹൻ ബഗാൻ ഒഫീഷ്യലായി പ്രഖ്യാപിക്കും. സ്പാനിഷ് താരമായ അൽവാരോ വാസ്കസിനെ സൈൻ ചെയ്യുവാൻ ശ്രമിച്ചത് ബ്ലാസ്റ്റേഴ്സ് അല്ല എന്ന് കൺഫേം ആയി. മാർക്കസ് മെർഗുലാവോയാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. മാത്രമല്ല, പരിക്കേറ്റ് പുറത്തായ അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനെ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് കൺഫേം ആക്കിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സൂപ്പർ കപ്പിനുള്ള ഈസ്റ്റ് ബംഗാൾ ടീമിൽ സ്പാനിഷ് താരമായ ഹാവി സിവേറിയോ ഉണ്ടായിരിക്കില്ല. സൂപ്പർ കപ്പിന് ശേഷം സിവേരിയോയ്ക്ക് പകരക്കാരനെ കൊണ്ടുവരാനാണ് ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നത്.